ഇതാ നമ്മുടെ വീട്ടിലുള്ള ചെറുപഴം കേട്ടോ, പഴുത്ത് എല്ലാം നാശമായി തുടങ്ങി, ഒരാൾ തിന്നാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരാറുള്ളൊരു പലഹാരമാണ് അത്. ഇതാ ഈ പഴം ഇങ്ങനെ തൊലി കളയും, എന്നിട്ട് എന്ത് ജീവിച്ചിരുന്നത് എല്ലാ പഴം തൊലി കളയണം കേട്ടോ. തൊലി കളഞ്ഞ് അത് ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. നല്ല സ്വാദ് ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയാം. സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും തിന്നാൻ കിട്ടണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഗോതമ്പ് പൊടി കൊണ്ട് ഇലച്ചുരുൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദിൽ തിന്നാറുണ്ട്. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പഴം കണ്ടിങ്ങനെ പഴം ചീഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിതിനെ ചെയ്യുന്നതാട്ടോ. നോക്കിക്കോളൂ. അയ്യോ, തൊലി പൊളിക്കാൻ പറ്റാത്ത കണ്ടീഷനായി കേട്ടോ. പഴം ചീഞ്ഞിട്ടില്ല, പക്ഷേ തൊലി പൊളിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ പഴുത്തു. പഴം നല്ല പോലെ പഴുത്തു. കുന്നമ്പഴമാണ് കേട്ടത്. വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതാ ഒരു 5 പഴം ഉണ്ട് കേട്ടോ. ഈ 5 പഴത്തിൽ ഞാൻ എന്ത് ചോദിച്ചു, കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു, ഒരു നുള്ളു ഉപ്പിട്ടു, ഒരു തരി ഉപ്പ് ഇടാവും കേട്ടോ. മധുരമുള്ളത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കണം. ഉപ്പിട്ടു, പിന്നെ ശർക്കര ഇടണം. നമുക്ക് ഉപ്പിട്ടു, തേങ്ങ ഇട്ടു, പിന്നെ ശർക്കര ഇടണം. നമുക്ക് ചുക്കുപൊടി ഇടാം. ചുക്കുപൊടി ഏലക്കായും കൂടി പൊടിച്ച് വെച്ചതാണ്, അതൊരു നുള്ളിട്ടു. ചുക്ക് ഏലക്കായും കൂടി ഒരു നുള്ളിട്ടു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി ശർക്കര ഇത് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇത് കുഴക്കണം. കൈ കൊണ്ടാണ് ഞാൻ കുഴക്കാൻ പോണേ. നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. മാഷറൊന്നും ആവശ്യമില്ല, ഇതിലൊക്കെ നല്ലത് കഴിയുക. ഇതിന് ഉരുട്ടി വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലയിൽ പരത്തി വയ്ക്കാം. ഞാൻ ഇലയിലാണ് പരത്തുന്നത് കേട്ടോ. അത് വലിയ നോക്കണം. വാട്ടിയ ഇലയാണ്. ഇല മുറിച്ച് കഷ്ണങ്ങളാക്കണം. ഇല മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇലയിൽ വയ്ക്കാം. ഇലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പഴമുള്ള എടുത്തു. കുറച്ച് തേങ്ങ കൂടി ഇടണം കേട്ടോ. തേങ്ങ എത്ര ഇടണോ അത് സ്വാദാണ്. തേങ്ങ ഇട്ടു. തേങ്ങ എത്രത്തോളം ഇട്ടാൽ, തേങ്ങയ്ക്കൊക്കെ വില കൂടുതലാണ്, എന്നാലും തേങ്ങ ഇട്ടാൽ നല്ലതാട്ടോ. ഇല ചുരുട്ടിയെടുക്കുക കേട്ടോ. ചുരുട്ടപ്പം ഇല ചുരുട്ടിയപ്പം എന്നാണ് അതിന് വരും. തിളച്ചു. ഇതാ ഈ അപ്പങ്ങൾ ഇലയടകൾ അതിൽ വെച്ചു. ഇതിൽ വെച്ച് ഇനി ഇത് കൊള്ളും. 5 മിനിറ്റ് കൊണ്ട് അത് 10 മിനിറ്റ് ഇരുന്നാൽ അത് വെന്ത് കിട്ടും. അപ്പോൾ വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇനി ഇതിലിടാം. ചുരുളട കലായി കേട്ടോ. എന്താ രസം നോക്കോ, കാണാൻ എന്താ ഭംഗി. ഇനിയിപ്പോൾ ഇതിനെ നോക്കാം, നമുക്ക് ചുരുളഴിച്ച് നോക്കാം കേട്ടോ. അസലായിട്ട് വെന്തുകൊണ്ട് നോക്കോ. അടക്കുട്ടന്മാരിതെങ്ങനെ ഇരിക്കണ കേട്ടോ. ഇതിന് ചൂടാറിയിട്ട് വേണം തിന്നാൻ. ചൂടോടെ തിന്നാൽ കളവായ പുള്ളു. നല്ല സ്വാദുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂ. ചെറുപഴങ്ങളൊന്നും വെറുതെ കളയരുത്. ഈ 4 മണി പലഹാരം എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക. വളരെ ഹെൽത്തിയാണ്, അതോടൊപ്പം തന്നെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇത് അട തന്നെയാണ്, പക്ഷെ 4 ഡിഫറെൻറ്റ് ടൈപ്പ്. നോക്കൂ, നല്ലൊരു ചുരുൾ അടയാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കൂ. ഇതിന് മുറിച്ച് കഷ്ണങ്ങളാക്കി പിള്ളേർക്ക് ഒരു ബോക്സിൽ കൊടുത്താൽ അവർക്ക് ലഞ്ച് കൊണ്ടുപോകാനും നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒന്ന് പരീക്ഷിക്കും കേട്ടോ എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.